ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളികളായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി. ദുർഗിലെ വിചാരണ കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. സിസ്റ്റർമാരായ പ്രീതിയും വന്ദനയും ജയിലിൽ തുടരും. രാവിലെ BJP കോൺഗ്രസ് പ്രതിനിധികൾ ജയിലിലെത്തി കന്യാസ്ത്രീകളെ സന്ദർശിച്ചു. ബൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിൽ ഇടത് സംഘം കന്യാസ്ത്രീകളെ ഉടൻ സന്ദർശിക്കും. By the Bajrang Dal. These are extra constitutional forces, and these are people who are instigating violence against the Christian community here in Chhattisgarh. It happened earlier during the Congress regime in Bastar region. We have visited the area then, and now it is happening under the BJP government. So we are here to express our solidarity, to demand that this unconstitutional behavior towards a minority Christian community be stopped immediately. The FIR should be immediately withdrawn, and those responsible for this barbaric behavior against the nuns should be arrested. Did you seek to meet the Christians arrested nuns? Yes, we already asked for permission, and we are waiting to meet them. We will meet the nuns, we will meet the Adivasi girls who were forcibly beaten up and humiliated by the Bajrang Dal people. And we are also planning to meet the authorities here in Chhattisgarh, the Chief Minister or the Deputy Chief Minister. Actually, it is not happening not in the Chhattisgarh, any other, all the part of the country also. Yes, this is the part of the Hindutva agenda, to attack the minorities of this country, to destroy the constitution. This is part of the Hindutva agenda, and we are seeing it playing out here in Chhattisgarh. And therefore, we are all here to protest against it, because it is not the Christian community or the nuns only who are being attacked. It is the Constitution of India, and every citizen who believes in the Indian Constitution who is under attack today. Actually, BJP government is doing first FIR is not changed it after the new very strong sections added in that FIR, including BNS 143 and the anti-conversion. This has absolutely nothing to do with conversion. This is a complete and utter lie, a manufactured lie by the Bharatiya Janata Party. They are trying to arouse anger against those who are serving the people here. This is absolutely intolerable, and therefore we are demanding, and they were stopped by കന്യാസ്ത്രീകളെ ജയിലടച്ചിരിക്കുകയല്ലേ. അപ്പോൾ അവരെ കാണാനും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഇടതുപക്ഷ MPമാരും ഇടതുപക്ഷ നേതാക്കളും ഇപ്പോൾ ജയിൽ സന്ദർശിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഛത്തീസ്ഗഡിൽ നിന്നും ശരത്ലാൽ ചേരുകയാണ്. ശരത്ത്, ഇന്ന് എല്ലാ മുന്നണികളുടെയും പ്രതിനിധികൾ അവിടേക്ക് പിന്തുണയുമായി എത്തുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടതൊക്കെയും. പക്ഷേ ദൗർഭാഗ്യകരമെന്നോണം ജാമ്യാപേക്ഷ ദുർഗിലെ വിചാരണ കോടതി തള്ളുന്ന സാഹചര്യവും നമ്മൾ കണ്ടു. വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ജാമ്യാപേക്ഷ തള്ളുന്നതിലൂടെ നേരിടുന്നത്. വലിയ പ്രതീക്ഷ അറ്റ രീതിയിലാണ് അവിടെയുള്ളവരെന്ന് അല്പം മുമ്പ് ശരത്ലാൽ പങ്കുവയ്ക്കുകയും ചെയ്തല്ലോ. ഏറ്റവും പുതുതായി എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? എത്തരത്തിലാണ് നിയമപരമായി മുന്നോട്ടേക്ക് പോകാൻ ഇനി കന്യാസ്ത്രീമാർക്ക് സാധിക്കുക? സഭയുടെ അടക്കമുള്ള പ്രതികരണം ഏത് രീതിയിലാണ്? സംഗീത വൃന്ദക്കാരടക്കമുള്ള ഇടതു പ്രതിനിധി സംഘത്തിന് ഇപ്പോൾ ദർശന അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. കാരണം 3 മണിക്ക് ശേഷം ദർശനം സന്ദർശകരെ അനുവദിക്കില്ല എന്ന ജയിൽ ചട്ടങ്ങളുടെ നിയമം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നത്. പോലീസ് ജയിൽ അധികൃതരുമായി വൃന്ദക്കാരട്ടും അതുപോലെ ജോസ് കെ മാണിയും അതുപോലെ കെ രാധാകൃഷ്ണൻ ഇപ്പോൾ സംസാരിക്കുകയാണ്. ഒരു കാരണവശാലും ഇത് ചർച്ച അനുവാദം നൽകാൻ കഴിയില്ല എന്നതാണ് സ്വാഭാവികമായി വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ജയിൽ ചട്ടങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. 3 മണിക്ക് ശേഷം ആരെയും അനുവദിക്കില്ല. ഇത് തനിക്ക് എങ്ങനെ മാറ്റാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ചോദിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു ചെറിയൊരു തർക്കം നടക്കുകയാണ്. അതായത് ഇടത് സംഘങ്ങൾ നാളെ രാവിലെ വരികയാണെങ്കിൽ അനുവദിക്കാമെന്നാണ് ഉദ്യോഗസ്ഥന്റെ പക്ഷം. ഈ വൃന്ദക്കാരട്ട് അതുപോലെ ജോസ് കെ മാണി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പോലീസ് ഉദ്യോഗസ്ഥരുമായി വീണ്ടും സംസാരിക്കുകയാണ്. കാരണം തങ്ങൾക്ക് പാർലമെന്റുണ്ട്, നാളെ പാർലമെന്റിൽ പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നാളെ രാവിലേക്ക് ഇത് മാറ്റി
ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഇടത് പ്രതിനിധികൾ അവിടെ ചെന്നിരിക്കുകയാണ് ജയിലിൽ സിസ്റ്റേഴ്സിനെ കാണാനായി. പക്ഷേ അവിടെ ഉദ്യോഗസ്ഥർ സമയപരിമിതിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ ജയിൽ കവാടത്തിൽ തന്നെ തടയുന്ന സാഹചര്യമാണ് ഉള്ളത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഛത്തീസ്ഗഡിൽ നിന്നുള്ളത് കാണുന്നത്. Initially it was objected, isn't it? Initially, even for the former, when the MPs came, you objected it. Then you allowed. What is the reason you objected then? I haven't objected anything. No, because the channels were there. It was objected. They made a hue and cry, and you allowed. What channels are copying? अच्छा, I don't know. आप देखिए, Because I haven't अभी आप टाइम वेस्ट given करवा any रहे statement in हैं. front of आप them. 2 MP को अंदर जाने दीजिए बस. Not possible for me, ma'am. बताइए. This is a very. It's okay. Just one clarification. My humble request Yeah, to you, sir. we'll listen. But Tomorrow, sir, 10 o'clock, my clarification. Initially, you objected and you allowed, isn't it? Come and meet, sir. Initially, you objected us, then you allowed. I am denying because it's the evening, 4 o'clock, and we don't have any rule to make meeting in evening. So I am requesting them to come tomorrow by 10 o'clock to 2 o'clock. I will make that arrangement and So I after will 2 o'clock, you don't allow. But how come you allowed today? For 10 some to 2 people? o'clock is that if there is a registration system. But for MPs, we are taking application and we are because they are representatives of the people. You cannot reject. 11:30 में मैंने दिया है. By mail also we have sent. By hand also we have Ma'am, sent I the can application. reject. I can Now reject. you will I refuse can- to do that. I can you will reject, refuse ma'am. to do that because you don't want us to meet the Ma'am, I am nuns saying who are tomorrow inside. you come and I will make that arrangements. And this evening. You can allow others to. You can violate the rules for others, no not rules for are us. violated because Is the main problem? sorry, timing is the main issue. It's the Then how evening come for. you allowed other people by They 3 have not o'clock? come at 4 o'clock. They have come Now, before that. 3 o'clock and 4 o'clock, what is the great difference? What is the Yeah, there is a great difference as per manuals. Then As per you manual, can violate the manual by allowing them to Whatever see the thing, them some at discussion 3. is with jail superintendent, and I am just requesting you. please, आपने sir. जानबूझकर हमें रोकर ये इतना बातचीत करके हमारा भी टाइम आपका भी टाइम 2 o'clock or 4 मैं o'clock. टाइम खराब नहीं कर रहा हूँ. No. Ma'am, I am only humbling, requesting you. So my ശരത്ത്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവർ തിരികെ മടങ്ങാനുള്ള തീരുമാനമാണോ അതോ വീണ്ടും പ്രൊട്ടസ്റ്റ് ചെയ്ത് നിൽക്കാനാണോ? എന്താണ് അവരുടെ ഒരു തീരുമാനം? വീണ്ടും സംഗീത അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്. ഇപ്പോൾ വൃന്ദാക്കാരായിട്ട് എ റഹീമുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാറി നിന്നുകൊണ്ട്. അത് എന്താണ് ഇനി ചെയ്യാൻ പറ്റുക? കാരണം ഇവിടെ കുത്തിയിരിക്കണോ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കണോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു ചർച്ച നടക്കുകയാണ്. എന്താണ് പക്ഷേ ജയിൽ അധികൃതർ പറയുന്നത് ജയിൽ മാനുവൽ പ്രകാരം 3 മണിക്ക് ശേഷം ഒരു കാരണവശാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ഞാൻ വൃന്ദാക്കാരായിട്ട് നമുക്ക് ചോദിക്കാം. വാട്ട് ഹാപ്പൻഡ് മാഡം? No, they are behaving in a very ridiculous way, but this is the BJP Raj here. So they can do as they want in the most lawless way. We are determined that we are going to meet the nuns. If we can't meet them today, we will meet them tomorrow. But our purpose is to meet the nuns, and that's what we will do. അതായത് ജോസ് കെ മാണി ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ജയിൽ മാനുവൽ അനുസരിച്ചിട്ട് ഞങ്ങൾ ഇന്ന് അനുവദിച്ചിട്ടില്ലെങ്കിൽ നാളെ കാണുമെന്നാണ് വൃന്ദാക്കാരായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് മുഖ്യ പ്രശ്നം ഈ കന്യാസ്ത്രീകളുമായിട്ട് സംസാരിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അനുവദിച്ചില്ലെങ്കിലും നാളെ കാണും എന്ന് തന്നെയാണ് വൃന്ദാക്കാരായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ രാധാകൃഷ്ണൻ എം പിയുമായിട്ട് വൃന്ദാക്കാരായിട്ട് സംസാരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കാരണം എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഏതായാലും
വൃന്ദാക്കാരായിട്ട് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഇന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ കാണും. കന്യാസ്ത്രീകളെ കാണുക എന്നുള്ള, ജയിലിലകപ്പെട്ട കന്യാസ്ത്രീകളെ കാണുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട നിയോഗം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സമയം വൈകാനും അതുപോലെ തന്നെ അതിനുള്ള കാരണവും ജയിൽ മാനുവലിൻ്റെ കാര്യത്തിലുമൊന്നും ചർച്ച ചെയ്യാനോ കാര്യങ്ങളിലോ ഒന്നും നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നാളെയാണെങ്കിലും കാണും എന്നുള്ളതാണ് വൃന്ദാക്കാരായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളോടൊപ്പം എ റഹ്മാൻ MP ഉണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുക, എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ കണ്ടിട്ടേ മടങ്ങുകയുള്ളൂ. അത് ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ഇവരെ കണ്ട് സംസാരിച്ചതിന് ശേഷം മടങ്ങൂ. രാവിലെ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതാണ് ബൈ ഇമെയിൽ മാത്രമല്ല, വിളിച്ച് സംസാരിച്ചു എന്ന് മാത്രമല്ല, ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ ആളുകൾ CPIയുടെയും CPIMൻ്റെയും ഛത്തീസ്ഗഡിലെ ലീഡർഷിപ്പ് ഇവിടെ വരികയും നേരിട്ട് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു, നേരിട്ട് സൂപ്രണ്ടിന്റെ കൈവശം. അപ്പോൾ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ കളവാണ്, ജനാധിപത്യ വിരുദ്ധതയാണ്. ഇവരെ കാണാൻ, ഞങ്ങൾ സംസാരിക്കാൻ, ഞങ്ങൾ വിവരങ്ങൾ അറിയാൻ, ചോദിച്ച് മനസ്സിലാക്കുന്നവർ ഭയപ്പെടുകയാണ്. അതാണ് കാര്യം. ഇത് BJP ഗവൺമെന്റിന്റെ വളരെ ആസൂത്രിതമായ അറസ്റ്റ്. ഇപ്പോൾ ഞങ്ങളെ കാണിക്കാതിരിക്കുന്നതും ആസൂത്രിതമാണ്. ഇങ്ങനെ ജനപ്രതിനിധികൾ വരുന്നത്, കാണുന്നത്, അവരുടെ ബന്ധുക്കൾ കാണുന്നത് ഒക്കെ അവർ ഡിനേ ചെയ്യാണ്, സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞു. അപ്പോൾ പറയാൻ സാങ്കേതികമായ കാരണങ്ങൾ അവർക്ക് സമയത്തിന്റെ കാര്യം പറയുന്നുണ്ട്. അല്ല, ഡൽഹിയിൽ നിന്ന് വരുന്നതാണ്, നാളെ പാർലമെന്റ് പങ്കെടുക്കേണ്ടതുണ്ട്, പാർലമെന്റ് ഉണ്ട്, പോകേണ്ടതുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ സൂപ്രണ്ടാണ് അബ്സല്യൂട്ട് കസ്റ്റോഡിയൻ ഓഫ് ദി ജയിൽ. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പവർ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് അനുവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ കണ്ടിട്ടേ പോകുള്ളൂ. ഇപ്പോഴല്ലെങ്കിൽ അവരിപ്പോൾ അനുവദിച്ചില്ല എങ്കിൽ ഞങ്ങൾ നാളെ വന്നാൽ ഇപ്പോൾ ഓൺ ടൈമിൽ പറഞ്ഞാൽ, ഇപ്പോൾ ടൈമാണല്ലോ പറയുന്ന സാങ്കേതികത്വം, ഇപ്പോൾ ഓൺ ടൈം വന്നാൽ പിന്നെ ഡിനേ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ കാണും, ഇവരെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ട് മടങ്ങുള്ളൂ. ഈ ഒരു നിമിഷം കൊണ്ട് ഞങ്ങൾ പിന്മാറിപ്പോകുമെന്ന് അവർ കരുതേണ്ടതില്ല. അപ്പോൾ നമ്മളോടൊപ്പം ആനി രാജയും കൂടിയുണ്ട്. CPIയുടെ പ്രതികരിച്ച് മാഡം ആനി രാജയാണ് CPI പ്രതികരിച്ച് വന്നത്. മാഡം, ബൈ ഹാൻഡ് ആപ്ലിക്കേഷൻ ബൈ മെയിൽ ആപ്ലിക്കേഷൻ സമയത്തിന് കൊടുത്തു. ഇത് കൈമാറുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിലൊരു റിസീവിംഗ് ചെയ്യാൻ അദ്ദേഹം വിസമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, അവർ കുഴപ്പമില്ല, അവർ വരട്ടെ, ഏത് സമയത്ത് വന്നാലും അവരെ ഞാൻ അനുവദിക്കാമെന്ന് ഇത് കൊടുത്ത CPIയുടെ ലീഡറിനോട് പറഞ്ഞതാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിൽ റിസീവിംഗ് ഇല്ല, ബോധപൂർവം അത് റിസീവിംഗ് ചെയ്യാതിരുന്നാണ്. പക്ഷേ ലെറ്റർ വാങ്ങി വെച്ചു. ഇദ്ദേഹത്തിന് ഇതിന് അയാൾ പറഞ്ഞ ജയിൽ റൂൾസ് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. ജയിൽ റൂൾസ് മറ്റു പലർക്കും വേണ്ടി വയലേറ്റ് ചെയ്യുന്നു. 3 മണിക്കും 3:30ക്കും ഒക്കെ ആളുകളെ അനുവദിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഒരു ഡെലിഗേഷൻ വരുമ്പോൾ ആ ഇടതുപക്ഷത്തിൻ്റെ ഡെലിഗേറ്റ്സിനെ സംഘത്തിന് ഇവരെ കാണാൻ, കന്യാസ്ത്രീകളെ കാണാൻ അനുവദിക്കരുത് എന്നുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമാണ്. അതുതന്നെയാണ് ആനിരാജ്, അതുതന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കന്യാസ്ത്രീകളെ ഇടതുപക്ഷം MPമാരും അതുപോലെ തന്നെ കാണുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തുക എന്നതല്ല, അവരിൽ സംസാരിക്കുന്നതിൽ, അറിയുന്നതിൽ, ചോദിച്ചറിയുന്നതിനെ ഭയപ്പെടുന്നു എന്നാണ് ആനിരാജ്. മടങ്ങാൻ ഒരുങ്ങുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് BJP രാജെന്ന് വൃന്ദാക്കാരാട്ട് ഈ സാഹചര്യത്തെപ്പറ്റി പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ ജനാധിപത്യ വിരുദ്ധമാണ് ഈ നടക്കുന്ന കാര്യങ്ങളെന്ന് A റഹീം MPയും പറഞ്ഞു വെക്കുന്നു. ആനി രാജയും നമ്മളോട് സംസാരിക്കുകയായിരുന്നു. എന്താണെങ്കിലും ഇടത് സംഘത്തിന് ഇന്ന് കാണാൻ കഴിയില്ല എന്നുള്ള ചട്ടം പറഞ്ഞാണ് അധികൃതർ അവിടുന്ന് മടക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് കൂടുതലായി വരാം. ശരത്ലാലിലോട്ട് പിന്നീട് നമുക്ക് തിരികെ എത്താം.